തൊഴിലാളികളുടെ അടിക്കടിയുണ്ടാകുന്ന സമരങ്ങൾ മൂലം കൊച്ചി തുറമുഖത്തിനുണ്ടായ ഭീമമായ നഷ്ടത്തിന്റെ കണക്ക് തിട്ടപ്പെടുത്താനായിട്ടില്ലെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു. പേരിന് മാത്രം സമരം നടന്നിട്ടുള്ള തുറമുഖത്ത് കഴിഞ്ഞ 6 മാസത്തിനിടെ 37 സമരം നടത്തി തൊഴിലാളികൾ റെക്കോർഡിട്ടു. കൊച്ചി തുറമുഖത്തിന്റെ സമരചരിത്രത്തിൽ കറുത്ത നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷമാണിത്. കാരണം 6 മാസത്തിനിടെ ഇവിടെ നടന്നത് 37 സമരങ്ങൾ. സമരം നേരിട്ടുമല്ലാതെയുമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്നതിനാൽ നഷ്ടം എത്രയെന്ന് തിട്ടപ്പെടുത്താനാകുന്നില്ല എന്നാണ് തുറമുഖ അധികൃതർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിയിലെ ദ പ്രോപ്പർ ചാനൽ എന്ന സംഘടനയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം നൽകിയ രേഖകളിലാണ് ഈ വെളിപ്പെടുത്തൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു തുറമുഖം, ഈ തുറമുഖത്തെ ഒരു ദിവസത്തെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ 25 കോടി രൂപയോളം നഷ്ടപ്പെടുമെന്ന് പറയുന്നു. കേവലം 6 മാസത്തിനുള്ളിൽ 37 ദിനങ്ങളിലെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കേരളത്തിന് തന്നെ വലിയൊരു അപമാനമാണ്. 2004 കൊച്ചി തുറമുഖത്ത് സമരം നടന്നിട്ടില്ല. 2005 4 ദിവസം സമരമുണ്ടായി. 2006 3 തൊട്ടടുത്ത വർഷം 4 ദിവസങ്ങളിൽ സമരം നടന്നു. കഴിഞ്ഞ വർഷമാകട്ടെ സമരം നടന്നിട്ടേയില്ല. 2007-2008 4.5 കോടി രൂപ അറ്റാദായമുണ്ടായിരുന്ന തുറമുഖത്തിന് 2008-2009 സാമ്പത്തിക വർഷത്തിൽ 15 കോടിയുടെ നഷ്ടമാണുണ്ടായത്. ഇതിന് പിന്നാലെയാണ് പണിമുടക്കിന്റെ കനത്ത പ്രഹരം. ഇവിടുത്തെ 5 അംഗീകൃത യൂണിയനുകളും 3 അംഗീകാരമില്ലാത്ത യൂണിയനുകളും മാറി മാറി സമരം പ്രഖ്യാപിക്കുമ്പോൾ കപ്പലുകൾ പലതും കൊച്ചി തുറമുഖം കാണാതെ വഴിമാറിപ്പോവുകയാണ്. ഇതെല്ലാം ആഗോള ഷിപ്പിംഗ് വ്യവസായത്തിൽ കൊച്ചിയുടെ വിശ്വാസ്യത തന്നെ കളയുകയാണ് എന്ന സത്യം സമരക്കാർ അറിയാതെ പോകുന്നു എന്നതാണ് വാസ്തവം. ലേബി സജീന്ദ്രൻ, മനോരമ ന്യൂസ്, കൊച്ചി.